റഷ്യ യുക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകം മറ്റൊരു ഭീകരമായ യുദ്ധത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇത് തോക്കുകൾ കൊണ്ടുള്ള യുദ്ധമല്ല, മറിച്ച് സാമ്പത്തിക ആയുധങ്ങൾ കൊണ്ടുള്ള കടന്നാക്രമണമാണ്. റഷ്യയിൽ നിന്ന് എണ്ണയോ യുറേനിയമോ വാങ്ങുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 500% നികുതി എന്ന ഭീഷണി ആഗോള വിപണിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബില്ല് നിയമമായാൽ അമേരിക്കയുടെ ആധിപത്യം അംഗീകരിക്കാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ പ്രസിഡന്റിന് അധികാരം ലഭിക്കും. ഈ നീക്കം ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെയാണ് നേരിട്ട് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് 140 കോടി ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി വില കുറഞ്ഞ റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഇത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ഇന്ത്യയുടെ സാർവഭൗമ നയനിർണയ അവകാശത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണിത്. ഒരു സ്വതന്ത്ര രാജ്യം എവിടെ നിന്ന് വിഭവങ്ങൾ വാങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തിൽ ഇടപെടാൻ മറ്റൊരു രാജ്യത്തിനും അധികാരമില്ല. ഇന്ത്യയെ പോലൊരു തന്ത്രപ്രധാന സുഹൃത്ത് രാജ്യത്തിന് മേൽ പോലും ഇത്തരം ഭീഷണികൾ ഉയർത്തുന്നത് അമേരിക്കയുടെ നയതന്ത്രപരമായ ഇരട്ടത്താപ്പിനെയാണ് വെളിപ്പെടുത്തുന്നത്. ഡോളറിനെ ഒരു ആയുധമാക്കി ലോകത്തെ നിയന്ത്രിക്കാനുള്ള അമേരിക്കയുടെ ശ്രമം അവർക്ക് തന്നെ തിരിച്ചടിയായേക്കാം. ഡോളറൈസേഷൻ അഥവാ ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കുക എന്നത് ഇന്ത്യയും റഷ്യയും ഇറാനും നേരത്തെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ ഈ പുതിയ ഉപരോധ ഭീഷണി കൂടുതൽ രാജ്യങ്ങളെ തദ്ദേശീയ കറൻസികൾ വ്യാപാരം നടത്താൻ പ്രേരിപ്പിക്കും. ഇത് ആത്യന്തികമായി അമേരിക്കയുടെ ആഗോള സാമ്പത്തിക സിംഹാസനത്തെ തന്നെ ഇളക്കിമറിക്കാൻ സാധ്യതയുണ്ട്. അടുത്തയാഴ്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റിൽ വരാനിരിക്കുന്ന വോട്ടെടുപ്പ് ലോക ചരിത്രത്തിലെ തന്നെ ഒരു വഴിത്തിരിവാകും. ഇത് നിയമമായാൽ ലോകം വ്യക്തമായും 2 സാമ്പത്തിക രാഷ്ട്രീയ ചേരികളായി വിഭജിക്കപ്പെടും. റഷ്യയെ തകർക്കാൻ ട്രംപ് നടത്തുന്ന ഈ നീക്കം വിജയിക്കുമോ, അതോ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്ക ഒറ്റപ്പെടുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഉപരോധങ്ങളിലൂടെയല്ല, മറിച്ച് ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് സമാധാനം സാധ്യമാവുക എന്നതാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാട്. സ്വന്തം പരമാധികാരവും വികസനവും സംരക്ഷിക്കാൻ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കാനും ബഹുപക്ഷ സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യ തയ്യാറാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാതെ രാജ്യ താൽപര്യം സംരക്ഷിക്കുന്ന ഒരു സ്വതന്ത്ര നയമായിരിക്കും ഇന്ത്യയുടേതെന്ന് ലോകം ഇന്ന് തിരിച്ചറിയുന്നു.